ഹലോ, ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഞാനിപ്പോൾ ഈ വീഡിയോ സെഷനിൽ വന്നിരിക്കുന്നത് ഇന്ന് ബഹുമാനപ്പെട്ട തൃശ്ശൂർ സെഷൻസ് കോർട്ടിൽ ഹയർ ചോളൻ ഷോപ്പിയുടെ കേസ് ബഡ്സ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസിന് ഒരു തീരുമാനം ഉണ്ടായിരിക്കുകയാണ്. ക്രിമിനൽ മിസ്ലേനിയസ് പെറ്റീഷൻ കേസ് നമ്പർ 104358 ഹയർ ചോളൻ ഷോപ്പി കൊടുത്ത മിസ്ലേനിയസ് പെറ്റീഷനും അതുപോലെ കോമ്പറ്റൻ്റ് അതോറിറ്റി കൊടുത്ത ക്രിമിനൽ മിസ്ലേനിയസ് പെറ്റീഷൻ കേസ് നമ്പർ 104359 രണ്ടിനും ഒരു തീരുമാനം ഉണ്ടായിരിക്കുകയാണ്. രണ്ടും കേസ് സ്റ്റാറ്റസ് നമുക്ക് നോക്കുമ്പോൾ അലൗഡ് എന്നുള്ള ഒരു സ്റ്റാറ്റസ് ആണ്. എന്ന് പറഞ്ഞാൽ രണ്ടും പെറ്റീഷനേഴ്സിൻ്റെയും പ്രയർ അലോ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ അവിടെ കേസ് ഡിസ്പോസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ബാക്കി ഒഫീഷ്യൽ ഓർഡേഴ്സ് വന്നതിന് ശേഷം അല്ലെങ്കിൽ ഒഫീഷ്യൽ ജഡ്ജ്മെൻറ്റ് വന്നതിന് ശേഷം മാത്രമേ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. എന്തൊക്കെ കണ്ടീഷൻസ് ആണ്, എന്തൊക്കെ സബ് ക്ലോസസ് ആണ് അവിടെ വെച്ചിരിക്കുന്നത് ഈ ജഡ്ജ്മെൻറ്റിൽ അല്ലെങ്കിൽ ഓർഡറിൽ. ഈ രണ്ട് പെറ്റീഷൻ, ഇപ്പം ഹാരിസ് ചോളൻ ഷോപ്പി കൊടുത്ത പെറ്റീഷൻ ആണെങ്കിലും അതുപോലെ കോമ്പറ്റൻ്റ് അതോറിറ്റി കൊടുത്ത പെറ്റീഷൻ ആണെങ്കിലും. അപ്പോൾ എന്തായാലും ഹോപ്പ്ഫുള്ളി ഒരു 1 or 2 ഡേയ്സിനുള്ളിൽ തന്നെ നോർമലി ഒഫീഷ്യലി ഓർഡേഴ്സ് വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആകും. അപ്പോൾ അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്യുന്നതാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ. അപ്പോൾ ഇതുവരെയുള്ളത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇപ്പം ഈ പറഞ്ഞ മിസ്ലേനിയസ് പെറ്റീഷൻ ഇപ്പോൾ 104358 ഹയർ ചോളൻ ഷോപ്പിൽ കൊടുത്തിരിക്കുന്ന മിസ്ലേനിയസ് പെറ്റീഷൻ നാം ഏവർക്കും അറിയാവുന്ന പോലെ ജൂൺ 21 ബഹുമാനപ്പെട്ട ഹൈക്കോടതി കോമ്പറ്റൻ്റ് അതോറിറ്റി ചെയ്ത പ്രൊവിഷൻ അറ്റാച്ച്മെൻറ്റിനെ റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഒരു ഓർഡർ വന്നിരുന്നല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീണ്ടും ഒരു 6 മണിക്കൂറിനുള്ളിൽ തന്നെ വീണ്ടും കോമ്പറ്റൻ്റ് അതോറിറ്റി അത് അറ്റാച്ച്മെൻറ്റ് വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്ത നടപടിക്കെതിരെയാണ് ജൂണിൽ തന്നെ വെരി നെക്സ്റ്റ് ഡേ തന്നെ ഹയർ ചോളൻ ഷോപ്പി കേസ് നമ്പർ 104358 തൃശ്ശൂർ സെഷൻസ് കോർട്ടിൽ വീണ്ടും അത് ഓപ്പൺ ചെയ്തത്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ഉള്ളതാണ് ഇപ്പോൾ പെറ്റീഷണറിൻ്റെ അത് അലോ ചെയ്തു എന്നുള്ള ഒരു ഇതാണ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതുപോലെ കോമ്പറ്റൻ്റ് അതോറിറ്റിയും കൊടുത്തിരിക്കുന്നതും അലോ ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് 1 or 2 ഡേയ്സിനുള്ളിൽ തന്നെ അറിയാൻ വേണ്ടി സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹയർ ചോളൻ ഷോപ്പി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും അതുപോലെ ഹൈക്കോടതിയും, കാരണം ഇപ്പോൾ രണ്ടാമത് ചെയ്തിരിക്കുന്ന സ്റ്റെപ്പ് വെദർ ഇറ്റ്സ് എ ഫ്രഷ് പ്രൊസീഡിങ് ഓർ ഒരു യൂഷ്വൽ ഓർഡർ, അതും ഹൈക്കോടതിയും അതുപോലെ സുപ്രീം കോടതിയും, കാരണം ബഹുമാനപ്പെട്ട കോമ്പറ്റൻ്റ് അതോറിറ്റിക്ക് ചെയ്യാം. അത് ജൂൺ 21 ഓർഡറിൽ പറഞ്ഞിട്ടുണ്ട്. ഫ്രഷ് പ്രൊസീഡിങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാം, അത് നിയമത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് മാത്രം, ഇൻ അക്കോർഡൻസ് വിത്ത് ദ ലോ. അപ്പോൾ അതിനും ഉള്ള ഒരു തീരുമാനത്തിനും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഹയർ ചോളൻ ഷോപ്പിയുടെ കേസിന് ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് നവംബറിൽ വിത്തിൻ പീരീഡ് ഓഫ് 2 weeks ടൈമിൽ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ട് അതിലൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ഒരു ഡയറക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞിരിക്കുന്ന പെറ്റീഷനിൽ എന്തായാലും അതിനെക്കുറിച്ചുള്ള പരാമർശവും വെദർ ഇത് ഫ്രഷ് പ്രൊസീഡിംഗ് ആണോ റീഇഷ്യൽ ആണോ, അപ്പോൾ എന്താണെന്നുള്ളത് ഇപ്പം ഒരു ഡയലമ സ്റ്റേറ്റിലാണ്. ഇപ്പോൾ എന്താണെന്ന് ഇപ്പോൾ എന്തായാലും ഒഫീഷ്യലി ഓർഡർ വന്നതിന് ശേഷം മാത്രമേ ബാക്കി കാര്യങ്ങൾ ഫർദർ കമൻറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കാരണം കുറേയധികം കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതുകൊണ്ട് കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഓർഡർ വരട്ടെ. അപ്പോൾ ഓർഡർ വന്നതിന് ശേഷം എന്തായാലും അത് ഇവിടെ ഷെയർ ചെയ്യുന്നതാണ് അതിൻ്റെ അപ്ഡേറ്റ്. സോ എല്ലാം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. So thank you very much. Take care. Bye bye.